8ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രം പണവിനിമയം അതിൻ്റെ പാർട്ട് 3 ഇവിടെ അർദ്ധവാർഷികമായിട്ട് പലിശ കണക്കാക്കുന്ന വിധമാണ് പറയാൻ പോകുന്നത്. അതായത് അർദ്ധവാർഷികം എന്ന് പറയുമ്പോൾ ഓരോ 6 മാസം കൂടുമ്പോഴും പലിശ മുതലിനോട് ചേർക്കുന്നു. അപ്പോൾ ഒരു വർഷം തന്നെ 2 പ്രാവശ്യം പലിശ മുതലിനോട് ചേർക്കുന്നു. അതായത് നമ്മളിവിടെ P1 എന്ന് പറയുന്നതും P1 I1 എന്ന് പറയുമ്പോൾ 6 മാസമേ ആകുള്ളൂ. P1 I1 6 മാസം കഴിയുമ്പോൾ അടുത്തത് P2 I2 കഴിയുമ്പോഴാണ് ഒരു വർഷം കംപ്ലീറ്റ് ആകുന്നത്. 6 മാസം പിന്നെ ഒരു 6 മാസം. ഇനി ഇവിടെ അതായത് നമ്മൾ സൂത്രവാക്യം ഉപയോഗിക്കുകയാണെങ്കിൽ P × 1 + R/100 എന്ന സൂത്രവാക്യത്തിൽ നമ്മൾ ഇവിടെ ഒരു വർഷമാകുമ്പോൾ n-ന് പകരം 2 എടുക്കണം, ഇരട്ടി എടുക്കണം. അതായത് 2 വർഷമാകുമ്പോൾ n-ന് പകരം 4 എടുക്കണം, n-ൻ്റെ സ്ഥാനത്ത് അർദ്ധവാർഷികമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുമ്പോൾ. അതുപോലെ തന്നെ R എന്ന് പറയുന്നത് പലിശ നിരക്ക് എന്ന് പറയുന്നത് നമ്മൾ I = PNR ആണല്ലോ. അപ്പോൾ P × n എന്ന് പറയുന്നത് 6 മാസമാണ്. അതായത് 12 മാസത്തിൽ 6 മാസം, അതായത് അരവർഷമാകുമ്പോൾ 2/1 പലിശ നിരക്ക്. അപ്പോൾ നമുക്ക് തരുന്ന 6ൻ്റെ പകുതിയാണ് എടുക്കുന്നത്. അതായത് 8% ആണെങ്കിൽ നമ്മൾ 6ൻ്റെ സ്ഥാനത്ത് 4 എന്നെടുക്കുന്നു. 12% ആണെങ്കിൽ 12-ന് പകരം 6ൻ്റെ സ്ഥാനത്ത് എത്ര എടുക്കണം? 12ൻ്റെ പകുതിയായ 6 എടുക്കണം. അപ്പോൾ ഈ 6ൻ്റെ സ്ഥാനത്ത് ക്വസ്റ്റ്യനിൽ തരുന്നതിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത്. n-ൻ്റെ സ്ഥാനത്ത് ഒരു വർഷത്തേക്കാണെങ്കിൽ അത് 2 എന്നെടുക്കണം, 2 വർഷത്തേക്കാണെങ്കിൽ 4 എന്നെടുക്കണം. അടുത്തതായി പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന വിധമാണ്. പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുക എന്ന് പറയുമ്പോൾ ഓരോ 3 മാസവും പലിശ മുതലിനോട് കൂട്ടുന്നു. അതായത് ഒരു വർഷം 12 മാസമാണ്. 12 മാസത്തിൽ 3 മാസം കൂടുമ്പോൾ, അതായത് ഒരു വർഷം എന്ന് പറയുമ്പോൾ 4 പ്രാവശ്യം പലിശ മുതലിനോട് കൂട്ടണം. അപ്പോൾ പാദവാർഷികമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുമ്പോൾ ഓരോ 3 മാസവും പലിശ മുതലിനോട് ചേർക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ആദ്യ വർഷത്തെ മുതൽ P1, പിന്നത്തേത് I1 എടുക്കുമ്പം ഈ P1-ൻ്റെ I = PNR ആണല്ലോ. P1 n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വർഷത്തേക്കാണെങ്കിൽ നമ്മൾ ഓരോ 3 മാസവും കൂട്ടണമല്ലോ. അപ്പോൾ 12 വർഷമാണല്ലോ ഒരു മാസം. അപ്പോൾ അതിൽ 3 മാസം പിന്നെ പലിശ നിരക്ക് എത്രയാണെന്ന് വെച്ചാൽ അത് R/100. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് 4/1. അപ്പോൾ 6ൻ്റെ നമുക്ക് തരുന്ന പലിശയെ 4 കൊണ്ട് ഹരിച്ചിട്ടുള്ള സംഖ്യ എടുത്താൽ മതി. അതായത് നമ്മൾ സൂത്രവാക്യം ഉപയോഗിക്കുമ്പോൾ P × 1 + R/100 n-നകത്ത് R-ന് പകരം നമ്മുടെ പലിശ ഇപ്പോൾ 8% ആണെങ്കിൽ 8ൻ്റെ 4/1, അതായത് അർദ്ധവാർഷികത്തിന് നമ്മൾ പകുതി എടുക്കുന്ന പോലെ പാദവാർഷികത്തിന് 4 കൊണ്ടുള്ള ഹരിച്ചിട്ടുള്ള സംഖ്യ. അതായത് ഇവിടെ 8 ആണെങ്കിൽ 2 എഴുതിയാൽ മതി. അതുപോലെ n എന്ന് പറയുമ്പോൾ ഒരു വർഷം എന്ന് പറയുമ്പോൾ 4 പ്രാവശ്യം കൂടണം. കാരണം ഓരോ 3 മാസം കൂടുമ്പോഴും P1 I1 P2 I2 P3 I3 P4 I4 ആകുമ്പോഴേ ഒരു വർഷമാകുള്ളൂ. അപ്പോൾ ഇവിടെ n-ന് നമ്മൾ ഒരു വർഷത്തേക്കാണെങ്കിൽ 4 എന്നെടുക്കണം. പാദവാർഷികത്തിന് സാധാരണ കൂട്ടുപലിശയിൽ ഒരു വർഷം n1 ആണ്. പലിശ നിരക്ക് എത്രയാണോ തരുന്നതാണ്. അർദ്ധവാർഷികത്തിന് അതിൻ്റെ പകുതി എടുക്കണം, പലിശ നിരക്കിൻ്റെ പകുതി. അതുപോലെ n എന്ന് പറയുന്നത് ഒരു വർഷം എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം കൂട്ടണം, n2 എന്ന് എഴുതണം. പാദവാർഷികത്തിനാകുമ്പോൾ 8% ആണെങ്കിൽ അതിൻ്റെ 4/1, അതായത് 2%, 6ൻ്റെ സ്ഥാനത്ത് എഴുതണം. പിന്നെ n-ന് പകരം ഒരു വർഷത്തേക്കാണെങ്കിൽ 4 എന്ന് എഴുതണം, 2 വർഷത്തേക്കാണെങ്കിൽ n 8 ആകും. അർദ്ധവാർഷികവും പാദവാർഷികവും ഉൾപ്പെടുന്ന ഒരു കണക്ക് ചെയ്യാം. 1000 രൂപ അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ അരുൺ നിക്ഷേപിച്ചു.
5000 രൂപ പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ മോഹൻ നിക്ഷേപിച്ചു. 2 ബാങ്കും 6% വാർഷിക നിരക്കാണ് നൽകുന്നത്. 1 വർഷം കഴിഞ്ഞ് രണ്ടുപേരും പണം പിൻവലിച്ചു. മോഹന് അരുണിനേക്കാൾ എത്ര രൂപ കൂടുതൽ കിട്ടി? പലിശ നിരക്കിൽ n വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന തുക എമൗണ്ട് A P × 1+R/100 ഇവിടെ അരുണിന് 1 വർഷം കഴിഞ്ഞ് കിട്ടുന്ന തുക എന്ന് പറയുമ്പോൾ അരുൺ അർദ്ധവാർഷികമായിട്ടാണ്. അപ്പോൾ R എന്ന് പറയുന്നത് പലിശ നിരക്ക് 6% പകുതിയായ 3 എടുക്കണം. അതുപോലെ n എന്ന് പറയുന്ന 1 വർഷം എന്ന് പറയുന്നത് അർദ്ധവാർഷികം ആയതുകൊണ്ട് 2 പ്രാവശ്യം കണക്കാക്കുന്നുണ്ട്. n-ൻ്റെ സ്ഥാനത്ത് 2 എടുക്കണം. അപ്പോൾ 5000 × 1+3/100 1+3/100 എന്ന് പറയുന്നത് 100 + 3 103/100. അത് ഹോൾ സ്ക്വയർ എന്നത് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 103/100 × 103/100. 5000-ൻ്റെ 3 പൂജ്യം, താഴത്തെ 3 പൂജ്യം പോകുന്നു. പിന്നെ 103 × 103 കണ്ടുപിടിക്കാം. 10609. അതിനെ 5 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 53045 കിട്ടുന്നു. ഈ 53045 താഴെ ഒരു 10 ഉണ്ട്. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഒരു ദശാംശ സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. അപ്പോൾ 5304.50 രൂപ. മോഹന് 1 വർഷം കഴിഞ്ഞ് കിട്ടുന്ന തുക എന്ന് പറയുന്നത് P × 1+R/100 ഇവിടെ P 5000. 1+ പലിശ നിരക്ക് എന്ന് പറയുന്നത് 6%. 4 കൊണ്ട് ഹരിക്കണം, പാദവാർഷികം ആയതുകൊണ്ട് 6/4/100 n എന്ന് പറയുന്ന 1 വർഷം എന്ന് പറയുന്നത് 4 അത് 5000 × 1 + 6/4 എന്ന് പറയുമ്പോൾ 1.5/100 അപ്പോൾ അത് 101.5/100. ആൻസർ 5306.82. അപ്പോൾ മോഹൻ എത്രയാണ് കൂടുതൽ കിട്ടിയത്? 5306.82 മൈനസ് അരുണിന് കിട്ടിയത് 5304.50, അതായത് 2.82 രൂപ.